മതി, അത് മതി. കാരണം അതിന്റെ DPR ഉണ്ടാക്കണം. DPR ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 10 കോടി രൂപ വെച്ചിരിക്കുന്നത്. DPR ഉണ്ടാക്കി വലിയൊരു ഇൻഷുറൻസ് സ്കീമാണത്, വലിയൊരു സ്കീം. ആ സ്കീം DPR രൂപപ്പെടുത്തി വരുമ്പോഴാണ് സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് മനസ്സിലാകുന്നത്, സ്റ്റേറ്റിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, ഇനി ഏതെങ്കിലും കാറ്റഗറിയിൽപ്പെട്ട ആളുകളുടെ കോൺട്രിബ്യൂഷൻ വേണോ. ഇപ്പൊ പാവപ്പെട്ടവന്റെ ഒന്നും കോൺട്രിബ്യൂഷൻ മേടിക്കണ്ട. പക്ഷേ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾ ആ ഇൻഷുറൻസിന്റെ പരിധിയിൽ വന്നാൽ അയാൾക്ക് വേണ്ടി സ്റ്റേറ്റ് കൊടുക്കണോ? വേണ്ട, കൊടുക്കണ്ട, കൊടുക്കരുത് സാറേ. 1 ലക്ഷവും 1.5 ലക്ഷവും 2 ലക്ഷം രൂപയൊക്കെ മാസവരുമാനമുള്ളവർക്ക് ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രീമിയം കൂടെ സർക്കാർ അടയ്ക്കണമെന്ന് പറഞ്ഞാൽ അത് ശുദ്ധ മണ്ടത്തരമാണ്, അനീതിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല സാറേ. കേരളം സാറിൻ്റെ കൂടെയായിരിക്കും ഈ കാര്യത്തിൽ എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല. പക്ഷെ ഇതേ നിലപാട് സാർ KSRTCയിൽ സൗജന്യം കൊടുത്തപ്പോൾ കണ്ടില്ല. അവിടെ അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചത് കണ്ടില്ല. അവിടെ ഈ സൗജന്യം കൊടുത്ത ബസ്സിൽ എന്തെങ്കിലും വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ സൗജന്യം കൊടുത്തത്. അവിടെ 2 കണ്ടീഷനേ പറഞ്ഞുള്ളൂ, സ്ത്രീ ആയിരിക്കണം അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആയിരിക്കണം. പിന്നെ ഓർഡിനറി ബസ്സിൽ മാത്രമേ ഇത് കൊടുക്കുള്ളൂ എന്ന് കൂടി സാറ് പറഞ്ഞു. അപ്പോൾ അതിൽ ഈ സാധാരണഗതിയിൽ നല്ല വരുമാനമുള്ള ആൾക്കാർ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഈ സൗജന്യം കൊടുക്കണോ സാറേ? അതിൻ്റെ ഈ കോൺട്രിബ്യൂഷൻ KSRTCക്ക് സർക്കാർ ഖജാനയിൽ നിന്നല്ലേ കൊടുക്കേണ്ടത്? നമ്മുടെ ബഡ്ജറ്റിലല്ലേ അതിന് 600 കോടി വകവരുത്തിയിരിക്കുന്നത്? അതിൽ ധാരാളം സമ്പത്തുള്ള വീടുകളിൽ നിന്ന് വരുന്ന സ്ത്രീകൾക്ക് ഈ സൗജന്യം കൊടുക്കുന്നില്ലേ? അല്ലെങ്കിൽ സാറ് വർക്ക് ചെയ്യുന്ന സെക്രട്ടേറിയറ്റിൽ തന്നെ ജീവനക്കാരിൽ എത്ര സ്ത്രീകളാണ് ഒരു ദിവസം KSRTC ബസ്സിൽ അവിടെ വന്ന് ഇറങ്ങി ജോലി ചെയ്ത് ഈ 1 ലക്ഷവും 2 ലക്ഷവും നിപ്പോട്ടെ 50,000 രൂപയെങ്കിലും ശമ്പളം വാങ്ങുന്ന സ്ത്രീകളുണ്ടാവില്ലേ? അപ്പം അവർക്ക് ഈ സൗജന്യം കൊടുക്കണോ സാറേ? അന്ന് സാറ് ഈ നിലപാടെടുത്ത് കണ്ടില്ല. ഒരു സംശയമാണ്, ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ 2 കാര്യത്തിലും വ്യത്യസ്ത നിലപാടുണ്ടായത് എന്തുകൊണ്ട്, അവിടുത്തെ ധനതത്വശാസ്ത്രം എന്താണെന്നുള്ളതെന്ന് അറിയാനുള്ള താല്പര്യം കൊണ്ട് അങ്ങ് ചോദിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ക്ഷമിക്കണം ആ ചോദ്യം തെറ്റാണെങ്കിൽ. പിന്നെ സാറ് ഈ മറുപടി പറഞ്ഞില്ലേ, ഈ പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് കേവലം 10 കോടി മാത്രമല്ലേ വകയിരുത്തിയിട്ടുള്ളൂ എന്ന്. അപ്പോൾ സാറ് പറഞ്ഞെന്താ, മതി, അത് DPRന് വേണ്ടി മാത്രമാണ് എന്നാണ് സാറ് പറഞ്ഞത്. എന്താ സാറേ 10 കോടി രൂപയൊക്കെ ഈ ഒരു പദ്ധതിയുടെ DPRന് വേണ്ടിയിട്ടോ? എത്ര ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല സാറേ. അത്രയൊക്കെ കാശ് ചെലവ് വരും സാറേ ഈ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിക്ക് ഒരു പദ്ധതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഈ വൻകിട പ്രൊജക്റ്റുകൾക്കൊക്കെ ഉള്ളതല്ലേ സാറേ? വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ, സ്ഥലം ഏറ്റെടുക്കേണ്ടി വരിക, അല്ലെങ്കിൽ വലിയ ഫാക്ടറി നിർമ്മാണം, അല്ലെങ്കിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങുക. അപ്പോൾ കേരളയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ DPR എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു ഇൻഷുറൻസ് പദ്ധതിക്ക് പോയി KSRTCയിലെ സൗജന്യത്തിന് എന്തെങ്കിലും DPR ഉണ്ടാക്കിയിരുന്നു സാറേ? അപ്പോൾ ഈ ഒരു പദ്ധതിക്ക് ഒരു DPR ഉണ്ടാക്കണം എന്നൊക്കെ പറയണതിൻ്റെ ഒരു ഐഡിയ മനസ്സിലായില്ല. അതോ ഇത് നടപ്പിലാക്കി എന്ന് പൊതുജനത്തെ അറിയിക്കാനുള്ള ഈ കണ്ണിൽ പൊടിയിടുന്ന ഒരു പരിപാടിയായിരുന്നോ സാറേ ഈ 10 കോടി അനുവദിച്ചത്? എന്ന് മാത്രമല്ല 10 കോടിയൊക്കെ ചെലവ് വരും സാറേ. ഒരു 5 ലക്ഷം രൂപ ഇങ്ങ് തരികയാണെങ്കിൽ ഞങ്ങൾ കുറച്ച് പേര് അത് പറഞ്ഞു തരാം സാറേ. ഈ ഒന്നുമില്ല സാറേ, വളരെ സിമ്പിളാണ്. നമ്മുടെ നാട്ടിൽ അംഗീകാരമുള്ള കുറേ ഈ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഒക്കെ കൊണ്ടു നടത്തുന്ന ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുണ്ട്, എത്ര കമ്പനികളുണ്ട്. അവരോടൊക്കെ ഒരു കൊട്ടേഷൻ തരാൻ പറയാം. ഇതാ കേരളത്തിൽ ഇത്ര കുടുംബങ്ങളുണ്ട്, അപ്പോൾ ഏതാണ്ട് ഒരു 3.5 കോടി ജനങ്ങളുണ്ട്, അവർക്കൊക്കെ ഈ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കിട്ടണം. അതിന് നിങ്ങൾക്ക് എന്താണ് പ്രീമിയം വേണ്ടത് എന്ന് ചോദിക്കുക. സാധാരണ ഇപ്പൊക്കെ നിലവിൽ വലിയ കഷ്ടമാണ് സാറേ. സീനിയർ സിറ്റിസണൊക്കെ ആണെങ്കിൽ വലിയ തുകയാണ് അവർ വാങ്ങിക്കുക. 60 വയസ്സ് കഴിഞ്ഞവർക്ക് 2 പേർക്ക് ഇൻഷുറൻസ്, ഗ്രൂപ്പ് ഇൻഷുറൻസ് ഈ 60 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ഏതാണ്ട് 60,000 70,000 രൂപയാണ് സാറേ അവർ ചാർജ് ചെയ്യുന്നത് ഒരു വർഷത്തേക്ക് പ്രീമിയം. അപ്പോൾ ഇത് ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്നതായിരിക്കുമല്ലോ. ചെറിയ കുട്ടി മുതൽ വയസ്സായവരുണ്ടാവുമല്ലോ, 90 100 ആയവരുണ്ടാവും. അപ്പോൾ ഒരു ശരാശരി 10,000 രൂപയെങ്കിലും അവർ ചോദിച്ചാലോ സാറേ? അപ്പം നമുക്ക് എത്ര പ്രീമിയം വരും സാറേ? ഏതാണ്ട് ഒരു 9,000 കോടി രൂപ നമുക്ക് വേണ്ടി വരും. അത് നമ്മൾ കണ്ടെത്തണം, അത് ഈ ബഡ്ജറ്റിൽ കണ്ടെത്തിയേ പറ്റൂ. പിന്നെ സാറ് പറഞ്ഞത് പണക്കാരിൽ നിന്ന് ഈ പ്രീമിയം നമ്മൾ വാങ്ങിക്കുന്നതാണ് പറഞ്ഞത്. അത് അവരും കൂടെ സമ്മതിക്കണ്ടേ സാറേ? അവർക്ക് താല്പര്യമുണ്ടെങ്കിലല്ലേ ഇതിൽ ചേരുള്ളൂ. അവർ തനിയെ പോയിട്ട് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ്, എത്ര ഇൻഷുറൻസ് കമ്പനികളുണ്ട്, അവരിൽ നിന്ന് നേരിട്ടെടുത്ത് അവർക്ക് പ്രീമിയം ഇതിലും കുറവിൽ കിട്ടുമെങ്കിലോ അവരവരുടെ വഴിക്ക് പോകില്ലേ?
അത് പോട്ടെ, ഇനി സാറിൻ്റെ ഒരു വാദം അവിടെ നിർത്താം. ഇനി പാവപ്പെട്ടവരിൽ നിന്ന് ഉള്ള പ്രീമിയം സർക്കാർ കൊടുത്തു എന്ന് തന്നെ കരുതുക. എന്നാലും ഒരു 5000 കോടി മിനിമം വേണ്ടി വരും സാറേ. ഇനി 10,000 രൂപ എന്നുള്ളത് ഒരു 5000 രൂപ പ്രീമിയം ആക്കിയിട്ട് ഈ കമ്പനികളൊക്കെ നമ്മളോടൊരു സൗജന്യം കാണിച്ചു അല്ലെങ്കിൽ ഒരു ദയ കാണിച്ചു എന്ന് വരിക. അപ്പോഴും വരും സാറേ ഒരു 4500 കോടി രൂപ മിനിമം പ്രീമിയം ഒരു വർഷം നമ്മൾ അടയ്ക്കേണ്ടി വരും. അതിലെ ഈ ധനാഢ്യന്മാരെയൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയാൽ തന്നെ എന്തായാലും ഒരു 2000 കോടി ഇല്ലാതെ ഈ പദ്ധതി മുന്നോട്ടേ പോകില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ സ്ഥാനത്തൊക്കെയാണ് ഇപ്പം സാർ 10 കോടി എന്തു വെച്ചിരിക്കുന്നത്, വകയിരുത്തിയിരിക്കുന്നത്. ആ 10 കോടി കൊണ്ട് DPR ഉണ്ടാക്കാൻ എന്തായാലും അത്രയും തുക വേണ്ട. പക്ഷെ അതുകൊണ്ട് എന്തായാലും ഈ വർഷം ആ പദ്ധതി നടക്കില്ല. അപ്പം ഇനി ബാക്കി 4 വർഷം ബാക്കിയുള്ളതിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ പറ്റുമോ എന്ന് പഠിക്കാനുള്ള ഒരു 10 കോടിയാണ് സാറ് മാറ്റി വെച്ചിരിക്കുന്നത്. അതിപ്പോൾ മനസ്സിലായി സാറേ. എന്തെങ്കിലും ആവട്ടെ, ഇപ്പോൾ 10 കോടി വെച്ചിട്ട് കാര്യം തുടങ്ങി വെച്ചിട്ടുണ്ടോ? അപ്പോൾ അടുത്ത കൊല്ലെങ്കിലും ഇത് നടപ്പിലാകുമെന്നുള്ള ശുഭപ്രതീക്ഷ വെച്ചിരിക്കാം. നമ്മുടെ പ്രേക്ഷകർക്ക് ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ പറയാണ്ടാവുമല്ലോ, അവരും അഭിപ്രായങ്ങൾ കുറിക്കുക. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.